നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ ആണ്. നമ്മൾ ഇന്നലെ ഏറ്റവും കൂടുതൽ വാർത്തകളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ഇത് തന്നെയാണ്. ഹസീന ക്വിറ്റ്സ് ഫ്ലീസ് ബംഗ്ലാദേശ് ലാൻഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ആർട്ടിക്കിൾ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ തീർച്ചയായിട്ടും ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, കാരണം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ DNA ക്ലാസ്സിൽ ഈ ഒരു വിഷയം ഒന്നുകൂടെ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു നൽകി എന്താണ് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇഷ്യൂ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസ് എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആർട്ടിക്കിൾ ആണ്. ഒരുപാട് നമുക്ക് മെയിൻസിനെ സഹായിക്കുന്ന ഒരുപാട് പോയിന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനെ ഈ പറഞ്ഞ നമ്മൾ പോളിസി റിലേറ്റഡ് ഒക്കെ ആയിട്ട് വരുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിൾ ആണ്. എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിലാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കസ്റ്റംസ് ഡ്യൂട്ടി ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് തന്നെ കരുതിയാൽ മതി. അപ്പൊ ഈ 3 ആർട്ടിക്കിളും പഠിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു MCQ കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ ടൈം കളയാണ്ട് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് ഇന്നത്തെ ഫ്രണ്ട് പേജിൽ മിക്ക പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു വാർത്ത തന്നെയാണ്. ഷെയ്ഖ് ഹസീന ക്വിറ്റ്സ് ഫ്ലീസ് ബംഗ്ലാദേശ് ലാൻഡ്സ് ഇൻ ഇന്ത്യ ആസ് പ്രൊട്ടസ്റ്റ് സർജ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ വാർത്തകളിലൊക്കെ തന്നെ മെയിൻലി ഇത് ബേസിക്കലി കണ്ടു കാണുമായിരിക്കും. അതായത് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ ഈ ഒരു എന്താ പറയുക ഒരു അവിടുത്തെ ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ ഉൾപ്പെട്ട് അവിടെ ഏകദേശം 300 പേരാണ് അവിടെ മരണമടഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ പറഞ്ഞ പോലെ വളരെ അൺട്രസ്റ്റിലേക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇന്നലെ ബേസിക്കലി ഷെയ്ഖ് ഹസീന അവിടെ രാജിവെക്കാനായിട്ട് തയ്യാറായതും എത്രയും പെട്ടെന്ന് മിലിറ്ററി ചോപ്പറിൽ ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീന അവിടുന്ന് ഫ്ലീ ചെയ്ത് നമ്മുടെ ഡൽഹിക്ക് അടുത്തുള്ള ഈ ഒരു എയർപോർട്ടാണ് ഹിൻഡൺ എയർഫോഴ്സ് സ്റ്റേഷൻ. സോ ആ ഒരു എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് വരികയും ഇന്നലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചർച്ച നടക്കുകയും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ആണെങ്കിലും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓൾ പാർട്ടി മീറ്റിംഗ് ബംഗ്ലാദേശിലെ ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ഒക്കെ തന്നെയാണെങ്കിലും കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വളരെ ഒരു സീരിയസ് ഇഷ്യൂയിലേക്കാണ് ബംഗ്ലാദേശ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഇഷ്യൂ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എക്സാമിന് പഠിക്കേണ്ടത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മൾ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയൊരു രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബംഗ്ലാദേശ്. ഏറ്റവും വലിയ രാജ്യം ഇൻ ദ സെൻസ് ഒരു ബോർഡറിന്റെ ലെങ്തിൽ കേട്ടോ. ബോർഡർ ലെങ്ത് പറയുമ്പോഴേക്കും ബംഗ്ലാദേശുമായിട്ട് ഏകദേശം 4096.7 കിലോമീറ്റർ ലെങ്ത് ആണ് നമ്മൾ അതിർത്തി പങ്കിടുന്നത്. നമ്മൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു ബോർഡർ തന്നെയാണ്. ലോകത്തിൽ തന്നെ വേൾഡ് തന്നെ പറയുവാണെങ്കിൽ 5th ലോങ്സ്റ്റ് ബോർഡർ ആയിട്ട് ലാൻഡ് ബോർഡർ ആയിട്ടും വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പം ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. പിന്നെ അത് മാത്രമല്ല വർഷങ്ങളായിട്ട് ഇന്ത്യയുമായിട്ട് ഏറ്റവും നല്ലൊരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പൊ ഈ രാജ്യത്തിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലെയോ മിനിയാന്നോ തുടങ്ങിയ പ്രശ്നങ്ങളല്ല, നാൾക്ക് മുമ്പ് തന്നെ വളരെ നാളായിട്ട് അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജിൽ ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോൾ രാജിവെച്ച അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഒരു കുറെ നാളുകളായിട്ട് അവിടെ പ്രൈം മിനിസ്റ്റർ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ തന്നെ ബംഗ്ലാദേശിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയിരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ കൂടിയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന. കാരണം അവിടെ മെയിൻലി പറയുകയാണെങ്കിൽ 2 പാർട്ടികളുണ്ട് ബംഗ്ലാദേശിൽ. മെയിൻലി 2 പാർട്ടികളാണ്. ഒന്ന് ഷെയ്ഖ് ഹസീനയുടെ തന്നെ അവാമി ലീഗ്. ഓക്കെ, അവാമി ലീഗ് എന്നുള്ളൊരു മെയിൻ പാർട്ടി ഉണ്ട്. പിന്നെ BNP എന്നുള്ളൊരു മറ്റൊരു പാർട്ടിയുണ്ട്. സാധാരണഗതിയിൽ ഒരു ബംഗ്ലാദേശിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഇപ്പൊ അവാമി ലീഗ് ആണെങ്കിൽ അടുത്ത വർഷം ഈ പറഞ്ഞ അടുത്ത ടെന്യൂർ BNP ക്ക് ആയിരിക്കും. അതിന്റെ അടുത്ത ടെന്യൂർ ഈ പറഞ്ഞ പോലെ അവാമി ലീഗിനായിരിക്കും. ഇങ്ങനെ സാധാരണഗതിയിൽ ഓരോ ടേം കഴിയുമ്പോൾ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് കുറച്ച് നാളുകളായിട്ട് ശരിക്കും പറഞ്ഞാൽ 2009 തൊട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഏകദേശം 10-14 വർഷത്തോളം 10-15 വർഷത്തോളമായി ആര് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന തന്നെ അവിടെ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും നാളങ്ങ് ഭരണം നീണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സത്യം പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ പതുക്കെ ഒരു പേടി വരാനായിട്ട് തുടങ്ങി. ഇനി എങ്ങാനും ഇത് ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നീങ്ങുമോ, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഷെയ്ഖ് ഹസീനയുടെ ഒരു ഏകാധിപത്യ നിലപാടിലേക്ക് നീങ്ങുമോ എന്നുള്ള രീതിയിലേക്ക് അവിടെ പതുക്കെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ തോന്നല് ഏറ്റവും പീക്ക് സ്റ്റേജിലേക്ക് എത്തിയത് ഈ വർഷത്തെ അവിടെ ഇലക്ഷനാണ്. ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ജനുവരിയിലാണ് അവിടെ പുതിയ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തതും ആ ഇലക്ഷനകത്ത് ഈ പറഞ്ഞ പോലെ അവാമി ലീഗ് അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന റെപ്രസെന്റ് ചെയ്ത അവാമി ലീഗ് അവിടെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ജയിക്കുകയാണ് ഉണ്ടായത്. ആ ജയിക്കാൻ കാരണമായ സിറ്റുവേഷൻസ് ആണ് ജനങ്ങളെ ഇങ്ങനെ ഒരു പേടിയിലേക്ക് തള്ളിവിട്ടത്. കാരണം എതിർ പാർട്ടിയിലെ ഒട്ടുമിക്ക MP മാരെ ഈ പറഞ്ഞ പോലെ അയോഗ്യരാക്കിക്കൊണ്ടൊക്കെയാണ് അവിടെ ഇലക്ഷൻ ശരിക്കും നടന്നത്. ആ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഇല്ലാതെ തന്നെ അവിടെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാനൊക്കെ സാധിക്കും. പേരിന് ഇലക്ഷൻ നടത്തി എന്നൊക്കെയാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേടി മനസ്സിലേക്ക് കയറി വരുന്നു. അത് മാത്രമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയോട് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു ബന്ധമായിരുന്നു ഇത്ര നാളും ഉണ്ടായിരുന്നത്. കാരണം
ഷെയ്ഖ് ഹസീന അവരുടെ ഒരു രാജ്യപിതാവ് അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ഫാദർ എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഡോട്ടർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെഗസി പിന്തുടരുന്ന വ്യക്തി കൂടിയായതുകൊണ്ട് ആ ഒരു സ്നേഹം, ആ ഒരു ബഹുമാനം തീർച്ചയായിട്ടും ഇത്രയും കാലഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ആളുകൾക്ക് ഉണ്ടായിരുന്നതാനും. പക്ഷെ പെട്ടെന്ന് മാറാൻ ഇടയാക്കിയത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ. ഒന്ന്, ഈ ഇലക്ഷന് മുമ്പാകെ നടന്ന ആ ഒരു എതിർ പാർട്ടിയിലെ എംപിമാരെയൊക്കെ തന്നെ അയോഗ്യരാക്കുന്ന നിലപാടൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് നിലയിലേക്ക് ഇത് പോകൂ എന്നുള്ളൊരു പേടി പതുക്കെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തീയിലേക്ക് വീണ്ടും വീണ്ടും എണ്ണ കോരിയിടുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള സംഭവം നടന്നത് പുതിയതായിട്ട് ഈ പറഞ്ഞ പോലെ വന്ന ഗവൺമെന്റ് ആണെങ്കിൽ അവിടുത്തെ റിസർവേഷന്റെ കാര്യത്തിലേക്ക് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ റിസർവേഷന്റെ കാര്യത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും, അതായത് റിസർവേഷനിൽ മാറ്റം കൊണ്ടുവരിക എന്ന് പറയുമ്പോഴേക്കും അവിടെ പണ്ടുണ്ടായിരുന്ന മീൻസ് ആ 1971 ലിബറേഷൻ വാർ ഉണ്ടല്ലോ, ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ പങ്കെടുത്ത ആ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും ആ ഒരു മീൻസ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, അത്രയും ആളുകളിലേക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോലികളിലേക്കുള്ള റിസർവേഷൻ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് അവിടുത്തെ റിസർവേഷൻ പോളിസികളിലൊക്കെ സർക്കാർ മാറ്റം വരുത്തി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ജനങ്ങൾക്ക് പതുക്കെ പതുക്കെ പേടിയായി തുടങ്ങി. അതായത് ഈ അവാമി ലീഗ് അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ ഇനി മുതൽ കിട്ടാൻ തുടങ്ങും. ഇവരെ എതിർക്കുന്ന ആൾക്കാരുടെ കാര്യത്തിലേക്ക് തൊട്ടും നമ്മൾ കണ്ട പോലെ ആ ഇലക്ഷന്റെ സമയത്തേക്ക് നടത്തിയ പോലെ എംപിമാരെയൊക്കെ തന്നെ അയോഗ്യരാക്കുന്ന അല്ലെങ്കിൽ തിരിച്ചടികൾ നൽകുന്ന നിലപാടായിരിക്കും ഷെയ്ഖ് ഹസീന ഇനി മുതൽ സ്വീകരിക്കാൻ പോകുന്ന. ഈ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു പേടി പതുക്കെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ വന്നു തുടങ്ങി. ആ പേടിയും ആ ചിന്താഗതിയുമാണ് ഇപ്പോൾ അവിടെയുള്ള ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമായിട്ട് പലപ്പോഴും മാറിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പ്രശ്നങ്ങൾ പതുക്കെ ആദ്യ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഹസീന വിചാരിച്ചിരുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ പിടിച്ചു നിർത്തുന്ന നിലയിലേക്കല്ല, അത് ക്രോസ് ചെയ്തു. അത് ക്രോസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഏകദേശം നമ്മൾ പറഞ്ഞു മരണസംഖ്യ 300ഓളം അടുത്ത് നിന്നപ്പോഴേക്കുമാണ് ഇന്നലെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ മിലിറ്ററി ജനറൽ ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീനയോട് പറയുന്നതും എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അധികാരം രാജിവെച്ചിട്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്ന് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിലിറ്ററി ചോപ്പറിൽ തന്നെയാണ് ഇന്ത്യയിലെ നമ്മുടെ ഡൽഹിക്ക് അടുത്തുള്ള ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് ഈ പറഞ്ഞ പോലെ എത്തുകയും അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആയിട്ട് ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു വാർത്തയും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. PM അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷെയ്ഖ് ഹസീന വിൽ ടേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ വിൽ സീക്ക് അസൈലം ഇൻ UK എന്ന് പറയുന്നുണ്ട്. അത് പോയിന്റ് വേറൊന്നുമല്ല. ഇപ്പൊ ഷെയ്ഖ് ഹസീനോടൊപ്പം തന്നെ അവിടുന്ന് ഫ്ലീ ചെയ്ത് ഷെയ്ഖ് ഹസീനയുടെ സിസ്റ്റർ ആണ്. ഷീസ് എ സിറ്റിസൺ ഓഫ് UK സിറ്റിസൺഷിപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളോടൊപ്പം ഈ പറഞ്ഞ പോലെ UK പലായനം ചെയ്യും, അവിടെ പോയി ഈ പറഞ്ഞ പോലെ അഭയാർത്ഥിത്വം സ്വീകരിക്കും എന്ന രീതിയിലേക്കും വാർത്തകൾ വരുന്നുണ്ട്. അതോ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യോ, ഇന്ത്യ ഗവൺമെന്റ് അസൈലം കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് വാർത്തകൾ വന്നിട്ടില്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന വാർത്ത പ്രകാരം ഷെയ്ഖ് ഹസീന വിൽ സീക്ക് അസൈലം ഇൻ UK എന്നുള്ളതാണ് വാർത്തകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ എനിവേ ഇത് എങ്ങനെയാണ് ഇന്ത്യ ബാധിക്കുന്നത്, നമുക്ക് മെയിൻലി ഇപ്പം ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും പിടികിട്ടി. ഇനി എങ്ങനെയാണ് ഇന്ത്യ ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് നിങ്ങൾ വാർത്ത കേട്ട് കാണും. ഇന്ത്യ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ ഇറക്കി നമ്മുടെ ബംഗ്ലാദേശിലുള്ള ആളുകൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, എത്രയും പെട്ടെന്ന് അവർ തിരികെ പോരണം എന്ന രീതിയിലേക്കുള്ള മെസ്സേജുകൾ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്. ബിക്കോസ് ഈ ഷെയ്ഖ് ഹസീനയോടുള്ള വിരോധം പതുക്കെ അവിടുത്തെ ജനങ്ങൾക്ക് ആരോടായിട്ട് തോന്നിയിട്ടുണ്ട്, ഇന്ത്യയോടായിട്ട് അവർക്ക് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. കാരണം ഷെയ്ഖ് ഹസീന ഏറ്റവും നല്ല രീതിയിൽ ബന്ധം ഈ പറഞ്ഞ പോലെ വെച്ചിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ നേതാക്കളുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള പൊതുവായിട്ട് രാജ്യമായിട്ടൊക്കെ തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ആണെന്നുള്ള ചിന്താഗതി അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷെയ്ഖ് ഹസീനയോട് അവിടെ പാലിക്കുന്ന ആ ഒരു വിരോധം ഓട്ടോമാറ്റിക്കലി ആരോട് അവർ കാണിക്കുന്നുണ്ട്, ഇന്ത്യയോട് കാണിക്കുന്നുണ്ട്. ഇന്ത്യയോടും അതുപോലെ റീസെന്റ് ആയിട്ട് നമ്മൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരിക്കും, അവിടെ ഇന്ത്യ എഗെയിൻസ്റ്റ് ക്യാമ്പയിൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ നമ്മൾ ബംഗ്ലാദേശിലേക്കൊക്കെ തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഗുഡ്സ് ഒക്കെ ഇനി മുതൽ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ യുവജനങ്ങളാണെങ്കിൽ യൂത്ത് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കമ്പനികളിൽ പോയി വർക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ രീതിയിൽ ഒരു ഇന്ത്യ എഗെയിൻസ്റ്റ് ക്യാമ്പയിൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ സ്റ്റുഡൻസ് പോലും അവിടെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും പഠനത്തിനൊക്കെ ആയിട്ട് ബംഗ്ലാദേശിൽ പോയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ തൊഴിലൊക്കെ സെർച്ച് ചെയ്ത് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും അങ്ങോട്ടേക്ക് പോയ ആൾക്കാരൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്ത്യൻ എക്കണോമിയെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാം. കാരണം എക്സ്പോർട്ട് കുറയുന്നതിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് അവിടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. അപ്പം അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഒന്ന് ഈ പറഞ്ഞ മെയിൻ ആയിട്ട് ബാധിക്കാൻ പോകുന്ന എക്കണോമി വൈസ് ആണ്. അത് എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലിയുടെ കാര്യത്തിൽ, ജോലി അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ഇവിടെ ജോലി കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ ആ രീതിയിലേക്കുള്ള അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലേക്കാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ ഏരിയസ്. ഇത്രയും വലിയ ബോർഡർ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ
അവിടങ്ങൾ ആ ബോർഡർ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകാതിരിക്കാനായിട്ട് മാക്സിമം ഇന്ത്യ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആർമി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും ഈ ബോർഡർ ഏരിയാസ് കേന്ദ്രീകരിച്ച് കംപ്ലീറ്റ്ലി വിജിലന്റ് ആകണം എന്നുള്ള രീതിയിലേക്ക് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് ആ ഒരു പ്രശ്നമാണ്. മീൻസ് അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എഗെയിൻസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ മുൻനിർത്തിയാണ് ഇങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഉള്ളത്. ബേസിക്കലി ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് കാണാം. ഈ ആർട്ടിക്കിൾസ് എല്ലാം വായിക്കുമ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഇത്രയും ഐഡിയാസ് ആണ് നമുക്ക് ഇവിടുന്ന് കൺവേ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അടുത്തൊരു ആർട്ടിക്കിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ല എക്സാമിന്റെ വ്യൂ പോയിന്റിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഇനി നമ്മൾ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് പറഞ്ഞ് ഇതാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളും ഈ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും നല്ലൊരു ആർട്ടിക്കിൾ ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. ദ ഇഷ്യൂ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസ് അഡ്രസ്സിംഗ് ഇറ്റ് എന്നുള്ളതാണ്. ഇത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. ബിക്കോസ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഒരുപാട് നല്ല പോയിന്റുകൾ, മീൻസ് നിങ്ങൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് ഈ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് നോട്ട്ബുക്കിൽ എഴുതുന്നത് നല്ലതായിരിക്കും. കാരണം അത് എക്സാമിന് ഒരുപാട് റിലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കുറെ പോയിന്റുകൾ പറയുന്നുണ്ട്. കാരണം നോക്കിയേ, 642 മില്യൺ വോട്ടേഴ്സ്, അതായത് നമ്മുടെ രാജ്യത്തെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 140 അല്ലെങ്കിൽ 150 കോടി ജനസംഖ്യയ്ക്കുള്ള രാജ്യമായിട്ടാണ് ഇന്ത്യ വിലയിരുത്തപ്പെടുന്നത്. ഇതിനകത്ത് ഓൾമോസ്റ്റ് 642 മില്യൺ വോട്ടേഴ്സ് ആരാണ്? സ്ത്രീകളാണ്. 642 മില്യൺ വോട്ടേഴ്സ് സ്ത്രീകളുണ്ട്. ഇത്രയും വോട്ടർമാർ സ്ത്രീകളുള്ള രാജ്യത്ത്, അതായത് ഏകദേശം പറയുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ജനസംഖ്യയുടെ പകുതിയോളം എന്ന് വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും. 127 കോടിയാണ് നമ്മുടെ ഒഫീഷ്യലൊക്കെയുള്ള, മീൻസ് സെൻസസ് പ്രകാരമൊക്കെയുള്ള ഒഫീഷ്യൽ പോപ്പുലേഷൻ. 127 കോടി ജനസംഖ്യ എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ഒരു ജനസംഖ്യ കണക്കാക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് പകുതിയോളം വോട്ടേഴ്സ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 49% സ്ത്രീ വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ പോപ്പുലേഷൻ അത്രത്തോളം ഉണ്ട്. ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഈ സ്ത്രീ പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് നമുക്ക് ഇവരെ റെപ്രസെന്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോക്സഭയിലൊക്കെ തന്നെ എത്ര പേരാണുള്ളത്? വളരെ കുറവാണ്. അതായത് നിലവിൽ 18th ലോക്സഭയിൽ 542 എം പിമാരുള്ളതിൽ വെറും 74 എം പിമാര് മാത്രമാണ് ആരുള്ളത്? സ്ത്രീ എം പിമാരുള്ളത്, അല്ലെങ്കിൽ വുമൺ എം പിസ് ഉള്ളത്. അപ്പൊ ഇവിടെയാണ് ഞാൻ ആ പറഞ്ഞ ഡേറ്റ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, 642 മില്യൺ വോട്ടേഴ്സ് ഉള്ള വുമൺ വോട്ടേഴ്സ് ഉള്ള രാജ്യത്ത് അത്രയും പേര് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലോക്സഭയിൽ 542 എം പിമാരുള്ള ലോക്സഭയിൽ എത്ര വുമൺ എം പിസ് മാത്രമാണുള്ളത്? 74 വുമൺ എം പിസ് മാത്രമാണ് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ കഴിഞ്ഞ ലോക്സഭയ്ക്ക് 542 നിയമസഭാ മണ്ഡലങ്ങളായിട്ട് മത്സരിച്ചത് 2823 കാൻഡിഡേറ്റ്സ് ആണ്. 2823 കാൻഡിഡേറ്റ്സ് ആണ് മത്സരിച്ചത്. ഇവരിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഇലക്ഷൻ അജണ്ടയ്ക്കകത്ത് ഏതുണ്ടായിരുന്നില്ല? വുമൺ സേഫ്റ്റിയെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല. സോ വെരി ഫ്യൂ among the 2823 candidates who stood for the election had women safety on their electoral agenda. Electoral agenda എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ കയറിക്കാൻ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നൊക്കെ രീതിയിലേക്കുള്ള ഇലക്ട്രൽ അജണ്ടാസ് ആയിട്ട് വുമൺ സേഫ്റ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് വളരെ കുറച്ച് എം പിമാർ മാത്രമാണ്, എം പിമാർ എന്നല്ല, വളരെ കുറച്ച് സ്ഥാനാർത്ഥികൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ കാൻഡിഡേറ്റ്സ് 2823 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് പേര് മാത്രമേ ഈ വുമൺ സേഫ്റ്റിയെ കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴേക്കും ഇവിടെ ഈ പറഞ്ഞ വുമൺ സേഫ്റ്റി, എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് ആയിട്ടുള്ള വുമൺ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്നൊക്കെ എടുക്കുന്ന പോയിന്റുകളാണ്. എല്ലാ ദിവസവും എവറി ഡേ ഇവിടെ ഈ പറഞ്ഞ പോലെ റേപ്പിന് വിധേയമാകുന്ന അല്ലെങ്കിൽ റേപ്പ് വിക്ടിംസ് ആയിട്ട് മാറുന്ന 90 വുമൺസ് ആണ്, അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് പറയാൻ പറ്റുന്ന 90 പേരാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്രത്തോളം പ്രശ്നങ്ങൾ നമ്മുടെ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ തൊഴിലിടങ്ങളിലും അല്ലെങ്കിൽ പൊതുസമൂഹങ്ങളിലും നേരിടുമ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ വോയിസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇത്രത്തോളം ലോവസ്റ്റ് നമ്പർ ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ മെയിൻസിനൊക്കെ പലപ്പോഴും ഇഷ്യൂസ് ഫേസ്ഡ് ബൈ അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൺ എന്നുള്ള ആംഗിളിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴേക്കും ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറെ പോയിന്റ്സ് ഉണ്ട്, ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എനിവേ, ഈ ആർട്ടിക്കിളിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്ര പോയിന്റ് ആണ്. 642 മില്യൺ വോട്ടേഴ്സ് ആണ്, മോർ ദാൻ ഹാഫ് ഓഫ് ഹും ആർ ഫീമെയിൽ, കാസ്റ്റ് എ വോട്ട് ഇൻ ഇന്ത്യസ് ലാർജ് ഡെമോക്രാറ്റിക് പ്രോസസ്. ആൻഡ് ഇൻ ഇന്ത്യ 90 റേപ്സ് ആർ റിപ്പോർട്ടഡ് എവറി ഡേ. എല്ലാ ദിവസവും 90 റേപ്സോളം സ്ത്രീകളിൽ ഫേസ് ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ വെരി ഫ്യൂ among the 2823 candidates who stood for elections had women safety on their electoral agenda. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു. ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട്, ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ തൊഴിലിടങ്ങളിലൊക്കെയാണ് പലപ്പോഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിവേചനം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നത്. ഈ ഡിസ്ക്രിമിനേഷൻ തന്നെ നിയർലി 50% വുമൺ ഫേസ് ഡൊമസ്റ്റിക് വയലൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇവിടെ രാജ്യത്തുള്ള സ്ത്രീകളിൽ 50% സ്ത്രീകളും ഡൊമസ്റ്റിക് വയലൻസ് അവർ നേരിടുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ
2 out of every 3 Dalit women face sexual violence. ഇത് ഈ പറഞ്ഞ പോലെ issues faced by ദലിത് ദലിത് വുമൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു സെൻസ് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഈ ഡേറ്റാസ് ഉപയോഗിക്കാൻ പറ്റും. 2 out of every 3 ദലിത് വുമൻ ഫേസസ് സെക്ഷൽ വയലൻസസ്. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസുകളുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ JPAL, അതായത് ഈ പറഞ്ഞ പോലെ ഒരു തിങ്ക് ടാങ്ക് ഏജൻസിയാണ്, 2019 ഇവർ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് that 39% of officers in India think that complaints of gender based violences are usually baseless. അതായത് ഇന്ത്യയിലെ 100 ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ ഇവരിൽ 39 പേരും എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇവരോട് ആരെങ്കിലും ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള വുമൺ എംപ്ലോയീസ് വന്ന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ബേസ്ലെസ് ആണ്, അതിനകത്ത് കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ 39% ആൾക്കാരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്ന് നമ്മൾ എപ്പോഴും ഒരു ഓഫീസിൽ ഒരു കംപ്ലൈന്റ് ആ ഓഫീസിലെ മെയിൻ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ അധികാരികളോടായിരിക്കും നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വുമൺ എംപ്ലോയീസ് ആണോ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആണ്, അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ആണെന്ന് ധരിച്ചിരിക്കുന്ന കാരണം ഇതിന്മേൽ കറക്റ്റീവ് മെഷേഴ്സും പലപ്പോഴും എടുക്കാറില്ല. ഇത് മറ്റൊരു പ്രശ്നം തന്നെയാണ്. ആൻഡ് വുമൺ ഓൺലി സീക്ക് ജസ്റ്റിസ് വെൻ ദെയർ സർക്കംസ്റ്റാൻസസ് ബിക്കംസ് അൺബെയറബിൾ. അതായത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ സ്ത്രീകൾ പോയി കംപ്ലൈന്റ് ചെയ്യാറുള്ളൂ. ഇത് പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യം തന്നെയാണ്. സോ അത് മറ്റൊരു പ്രശ്നം. ഇനി 1 in 2 വുമൺ ഫേസിങ് ഇന്റിമേറ്റ് പാർട്ണർ വയലൻസ്. ഇത് ഡൊമസ്റ്റിക് വയലൻസിന്റെ കാറ്റഗറിയിൽ നമ്മൾ എഴുതാൻ പറ്റുന്നതാണ്. പാർട്ണറിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർട്ണറിന്റെ ഭാഗത്ത് നിന്നും വയലൻസ് നേരിടുന്ന 1 in 2 വുമൺ. അതായത് ഇവിടെ 2 സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരാൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ സ്വന്തം പാർട്ണറുടെ കയ്യിൽ വയലൻസ് അനുഭവിക്കുന്ന ആളുകളായിട്ട് പറയപ്പെടുന്നതാണ്. ആൻഡ് ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ ലോവസ്റ്റ് ഡൈവോഴ്സ് റേറ്റ്സ്. ഇത്ര നിൽക്കുമ്പോഴാണ് 1 in 2 വുമൺ ഫേസ് ഇന്റിമേറ്റ് പാർട്ണർ വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ ലോവസ്റ്റ് ഡൈവോഴ്സ് റേറ്റ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് ഡൈവോഴ്സ് റേറ്റുകളുള്ള ഇന്ത്യയിലെ 1% മാത്രം. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ അടുത്തൊരു കാര്യം നോക്കിയാൽ മതി. റിപ്പോർട്ട് എസ്റ്റിമേറ്റഡ് ദാറ്റ് 77% വുമൺ ഇൻ ഇന്ത്യ റിമെയിൻ സൈലന്റ്. ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇത്രയും കൂടുതൽ വയലൻസ് നേരിടുമ്പോഴും എന്തുകൊണ്ട് ഡൈവോഴ്സ് റേറ്റ് ഇത്രയും ഗ്ലോബലി തന്നെ ഏറ്റവും ലോവസ്റ്റ് ഇന്ത്യയിൽ കാണപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 77% വുമൺ ഇൻ ഇന്ത്യ റിമെയിൻ സൈലന്റ് ഈവൻ ടു ദെയർ ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് അബൌട്ട് ദ വയലൻസ് ദേ എൻഡ്യൂർ. അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആളുകളോട് പോലും പലപ്പോഴും എന്ത് ചെയ്യാറില്ല, അവർ പരാതിപ്പെടാറില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയുടെ ഒരു കൾച്ചർ ആയിട്ട് നമ്മൾ കരുതാറില്ല. അതാണ് മെയിൻ പ്രശ്നം. ആ ഒരു കൾച്ചറിൽ വുമൺ ഷുഡ് ബി സൈലന്റ് എന്നുള്ളത് ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റ് ആണ് അത്. ബേസിക്കലി ആ ഒരു കൺസെപ്റ്റിൽ വുമൺ ഷുഡ് ബി സൈലന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ വയലൻസുകൾ അവർ ഫേസ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു സങ്കല്പത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ 77% ആളുകളും എന്ത് ചെയ്യാത്തത്, ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്. വൺസ് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ വളരെ ബുദ്ധിമുട്ടുകളാണ്. സോ ഇതെല്ലാം പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ഒരു കറക്റ്റീവ് മെഷറായിട്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം കറക്റ്റീവ് മെഷറായിട്ട് പറയുന്ന മെയിൻ പോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കണക്കാക്കി അതിനെതിരെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അൺടിൽ ആൻഡ് അൺലെസ് ഇവിടെ എക്കണോമിയിൽ ഇക്വാളിറ്റി, ജെൻഡർ വൈസ് ഇക്വാളിറ്റി നമുക്ക് നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് ഈ പറഞ്ഞ ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറാൻ പറ്റത്തില്ല. കാരണം ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നമ്മൾ 2047 ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ there should be employment in the terms of both male and as well as female employment നമുക്ക് ഇവിടെ ഉണ്ടാകണം. സോ ഇങ്ങനെ both male and female employment ഉണ്ടാകണമെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്കൊരു സേഫ്നെസ് തോന്നണം. തൊഴിലിടങ്ങളിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് അവർക്കൊരു മെന്റൽ ഈ പറഞ്ഞ പോലെ താല്പര്യം തോന്നണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ രാജ്യത്തിന് 2047 ആകുമ്പോഴേക്കും ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് മെയിൻലി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്, നോട്ടിലൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം അത് പല ആൻസേഴ്സിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയും കാര്യമാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ഇതൊരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. വൈ വാസ് ദ കസ്റ്റംസ് ഡ്യൂട്ടി ഹൈക്ക് ഇമ്പോസ് ഫോർ ലാബ് കെമിക്കൽസ്. അതായത് റീസെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, അതിനകത്ത് ലാബ് കെമിക്കൽസിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് നിലവിലും 10% കസ്റ്റംസ് ഡ്യൂട്ടി 150% ഉയർത്തി. എത്രമാത്രം ഇൻക്രീസ് ആണ് വരുത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ 10% ഉണ്ടായിരുന്ന 150% വർധന വരുത്തി. അപ്പൊ ഇത് വലിയ രീതിയിൽ പ്രതിഷേധം വന്നു. അതായത് എസ്പെഷ്യലി സയന്റിസ്റ്റുകളുടെ ഭാഗത്ത്, മീൻസ് ലാബ് കെമിക്കൽസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സയന്റിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞപ്പോഴേക്കും സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഇൻക്രീസ് വരുത്താൻ ഉദ്ദേശിക്കുന്ന ലാബ് കെമിക്കൽസ് എല്ലാത്തരം ലാബ് കെമിക്കൽസും അല്ല, പകരം ആരെയാണ്, എത്തനോളിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തൽക്കാലം ആ തീരുമാനം നടപ്പാക്കുന്നില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഞങ്ങൾ ഉദ്ദേശിച്ച എത്തനോളിനെയാണ്, എല്ലാ കെമിക്കൽസിനെ അല്ല, എത്തനോളിനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ പ്രതിഷേധം കണക്കാക്കി അതിനെ ഈ പറഞ്ഞ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ഹൈക്ക് ചെയ്ത തീരുമാനം മാറ്റുന്നതായിട്ടും ഗവൺമെന്റ് പറയുന്നുണ്ട്. എനിവേ നമുക്ക് ഇതിനകത്ത് എക്സാമിന് ആവശ്യമുള്ള ഏതാണ്, എത്തനോൾ. ആദ്യം എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് അറിയണം, അതിനുശേഷം എത്തനോളിനെ കുറിച്ച് ഒന്ന് പഠിച്ചിരിക്കാം. സോ കസ്റ്റംസ് ഡ്യൂട്ടി പൊതുവിൽ നമ്മൾ കരുതിയിരിക്കുന്നത് ഇതൊരു ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. അതായത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ മുകളിലാണ് നമ്മൾ കസ്റ്റംസ് ടാക്സ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് കരുതുന്നത്. എന്നാൽ ചെറിയൊരു കറക്ഷൻസ് വരുത്തണം. കസ്റ്റംസ് ഡ്യൂട്ടി ആദ്യം തന്നെ ഇതറിയാം, ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് ബേസിക്കലി
കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ദാറ്റ് ഇസ് ലെവിഡ് ഓൺ ഓൾ ഇമ്പോർട്ടഡ് ഗുഡ്സ്. എല്ലാ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മുകളിലും കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. എന്നാൽ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളിൽ മാത്രമല്ല ഇത് ടാക്സ് ചെയ്യുന്നത്, ഏതിന് മുകളിലും ടാക്സ് ചെയ്യാറുണ്ട്, ചില എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മുകളിലും നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ടാക്സ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റീൽ പ്രൊഡക്റ്റുകളിൽ ഏകദേശം 10% ഒക്കെ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ടാക്സ് ചെയ്യപ്പെടാറുണ്ട്. സോ എല്ലാത്തരം ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മുകളിലും കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന ചില വസ്തുക്കളുടെ മുകളിലും കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരുന്നേക്കാം. ഓക്കെ, അത് ഓൺലി കസ്റ്റംസ് ഡ്യൂട്ടി ടാക്സ് ഓൺലി ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ തെറ്റാ. എക്സ്പോർട്ട് ചെയ്യുന്ന ചില വസ്തുക്കളുടെ മുകളിലും കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള എത്തനോളിനെ കുറിച്ചാണ്. സോ എത്തനോൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി നെയിം നിങ്ങൾക്ക് അറിയാം, ഈത്തൈൽ ആൽക്കഹോൾ ആണ്. അത് ആക്ച്വലി ബയോഫ്യൂൽ ആണ്. ഈ ബയോഫ്യൂൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇതിനെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ മേഖലകളിൽ ഫ്യൂവലിന്റെ ഓൾട്ടർനേറ്റീവ് മീൻസ് പെട്രോൾ ഡീസലിനൊക്കെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി പെട്രോളിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലീനർ ഫ്യൂൽ ആക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ എത്തനോൾ. സോ ethanol is also known as ethyl alcohol. It's actually a biofuel produced from various sources such as sugarcane, corn, rice, wheat, biomass എന്നൊക്കെ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ethanol. And the production process involves the fermentation of sugars by yeast or via petrochemical process such as ethyl hydration വഴിയാണ് നമ്മൾ ഈ ഒരു എത്തനോൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ എത്തനോളിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 99.9% പ്യൂർ ആൽക്കഹോൾ ആണ്. ദാറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് പെട്രോൾ ടു ക്രിയേറ്റ് എ ക്ലീനർ ഫ്യൂൽ ഓൾട്ടർനേറ്റീവ്. ഒരു ക്ലീനർ ഫ്യൂൽ ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് ഈ എത്തനോൾ. അപ്പൊ നിലവിൽ എത്തനോൾ വെച്ച് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, എത്തനോളിനെ പെട്രോളുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള പ്രോഗ്രാമാണ് E20 അല്ലെങ്കിൽ E10 എന്നൊക്കെ അറിയപ്പെടുന്നത്. E10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവലിനകത്ത് 10% എത്തനോൾ ആഡ് ചെയ്യുക. അതായത് ഇപ്പം 100 ml നമ്മൾ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ എത്തനോൾ ബ്ലെൻഡഡ് ആണെങ്കിൽ അതിൽ 10 ml എത്തനോളും ബാക്കി 90 ml ആയിരിക്കും നമ്മുടെ പെട്രോൾ വരുന്നത്. അങ്ങനെയുള്ള ഫ്യൂവൽ ആണ് E10 എന്ന് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് E20 ആക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. E20 ആക്കുക എന്ന് പറയുമ്പോൾ അവിടെ 20% എത്തനോളും ബാക്കി 80% ആണ് പെട്രോൾ വരുന്നത്. ഇങ്ങനെ ആക്കുമ്പോഴത്തെ ഗുണം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എത്തനോൾ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പെട്രോൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാണ്. അപ്പം ഇവിടെ നമ്മൾ ഇതിന്റെ പെട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ക്രൂഡ് ഓയിൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ആ ക്രൈസ് ഒക്കെ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ E10 E20 എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു എത്തനോൾ പെട്രോളിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരാണ് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം, വിച്ച് ഈസ് യൂസ് ടു പ്രൊമോട്ട് ദി യൂസ് ഓഫ് എത്തനോൾ ആസ് എ റിന്യൂവബിൾ ഫ്യൂവൽ. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്ലീനർ ആയിട്ടുള്ള ഫ്യൂവൽ കൊണ്ടുവരാൻ സാധിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന വഴി പെട്രോളിന്റെ ഡിപ്പെൻഡൻസ് നമുക്ക് ഒരുപാട് മീൻസ് ഇമ്പോർട്ട് ചെയ്ത ക്രൂഡ് ഓയിലിന്റെ ഡിപ്പെൻഡൻസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫാമേഴ്സിന് ഇൻകം കൊണ്ടുവരാൻ പറ്റും. കാരണം എത്തനോൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ കെയിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഈ റൈസിന്റെ ഒക്കെ ആണെങ്കിലും വേസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് ഫാമേഴ്സിന് ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് ഇവിടെ കൂട്ടാനും പറ്റും. ക്ലീനർ ഫ്യൂവൽ ആയതുകൊണ്ട് കാർബൺ എമിഷൻസ് ഒക്കെ തന്നെ കുറച്ച് കുറയ്ക്കാനും സഹായിക്കും. അതുവഴി ഇത് വിൽ ഹെൽപ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസും ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ സ്ഥിരം നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ഫിലിം സ്പേസ് MCQ ആണ്. ഇത് എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട MCQ ആണ്. ഇത് PYQ ആണ്. 2020 UPSC ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇത് വായിച്ചിട്ട് ആൻസർ കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.